ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 45 മുതലുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ വചന വിചിന്തനത്തിന് നാം തിരഞ്ഞെടുക്കുക. ദേവാലയ ശുദ്ധീകരണമാണ് സുവിശേഷത്തിൻ്റെ പ്രധാന പ്രമേയം. നമുക്കറിയാം ഈശോ എന്താണ് ചെയ്തത് എന്ന്. ആ വചനഭാഗത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് നമുക്ക് കേന്ദ്രീകരിക്കാം. യേശുവിനെ നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ അന്നാട്ടിലെ പ്രമാണികളും പ്രമുഖന്മാരും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ വാക്ക് ജനം കേട്ടുകൊണ്ടിരുന്നു. ദൈവവചനത്തിൽ അധിഷ്ഠിതമായി അല്ലെങ്കിൽ ദൈവവചനത്തിൽ കേന്ദ്രീകൃതമായി ജീവിതം നയിക്കുന്നവരെ ഇല്ലാതാക്കുവാനോ ഉപദ്രവിക്കുവാനോ ആളുകൾ ശ്രമിക്കുമ്പോൾ അതിന് സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കുണ്ട്. ജനം അവനെ പറ്റിച്ചേർന്ന് നിന്നിരുന്നത് അവൻ്റെ വചനത്തിൻ്റെ ബലത്തിലാണ്, അവൻ്റെ വാക്കിൻ്റെ ബലത്തിലാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നുവെന്നും ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നുവെന്നും ആ വചനം ദൈവമായിരുന്നുവെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വചനം മാംസമായിട്ട് അവതരിച്ചതാണ് യേശു ക്രിസ്തു. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഒരു സമൂഹമോ ഒരു സ്വാധീന വലയമോ അധികാരസ്ഥാനങ്ങളോ ഒക്കെ എതിർത്ത് കഴിഞ്ഞാലും അവരെ ഒന്നും ഇല്ലാതാക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല എന്ന് സുവിശേഷം നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തോട്, ക്രിസ്തുവിനോട് ചേർന്ന് ഒരു ജീവിതം വളർത്തുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം യേശുവിനോട് ഐക്യപ്പെട്ടതായിട്ട് എന്നും നിലനിൽക്കും. അതിനെ ഇല്ലാതാക്കുവാനോ നശിപ്പിക്കുവാനോ ആർക്കും സാധിക്കുകയില്ല. പ്രശ്നങ്ങൾ വരും, പ്രതികൂല സാഹചര്യങ്ങൾ വരും, വാഗ്ദാനങ്ങൾ വരും, ഭീഷണികൾ വരും, ഒക്കെ വരും. ആ അവസരങ്ങളിലൊക്കെ വചനമായ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്ന ഒരു ജീവിത ശൈലിക്ക് രൂപം കൊടുക്കുവാനും അവനോട് ചേർന്ന് നിലനിൽക്കുവാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ഈ പ്രതികൂല സാഹചര്യങ്ങൾ പ്രലോഭനങ്ങളായിട്ടാവാം, സ്വാധീനങ്ങളായിട്ടായിരിക്കാം, വാഗ്ദാനങ്ങളായിട്ടാവാം, ഭീഷണികളൊക്കെ ആയിട്ടാവാം വരുന്നത്. പല വിധത്തിൽ അത് വരും. പക്ഷേ ഏത് വിധത്തിൽ വന്നാലും, സ്നേഹത്തോടെ വന്നാലും, അത് ഭീഷണിയായിട്ട് വന്നാലും, വൈരാഗ്യത്തോടെ നമ്മെ സമീപിച്ചാലും ഒക്കെ ഓർക്കുക, വചനമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിലനിൽക്കുവാൻ സാധിച്ചാൽ ഇത്തരം സ്വാധീനങ്ങൾക്കൊന്നും നമ്മെ സ്പർശിക്കുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുവാനും സാധിക്കുകയില്ല എന്ന വലിയ തിരിച്ചറിവിലേക്ക് നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതിനെ ഉപേക്ഷിച്ചുകൊണ്ട് വചനമായ അങ്ങയോട് ചേർന്ന് വിശ്വസ്തതയുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങിൽ നിന്ന് അകലുവാൻ എനിക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെയും ഭീഷണികളെയും വാഗ്ദാനങ്ങളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് എന്നും വിശ്വസ്തതയോടുകൂടി അങ്ങയുടെ പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.